അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടൊന്നുമില്ല കേട്ടോ വന്നിട്ടുള്ളത്. ഒരു സങ്കടപ്പെട്ട ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ നിങ്ങൾ കേട്ടത് ശരിയാണ്. ഉമ്മ അന്തരിച്ചു. ഹിമ്മു എന്നാണ് വിളിക്കുക. പാവം, ഞാൻ ഇലാഹി വൈലൈഹി റാജിഊൻ. അപ്പോൾ നല്ലൊരു പ്രശസ്തനായ ഒരു മോനായതുകൊണ്ടല്ല ഉമ്മ ഇത്രയും അറിയപ്പെടാനും ഇത്രയും ആൾക്കാരുടെ തുക കിട്ടാനും കാരണമായത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനൊന്ന് നമ്മുടെ ഫാമിലിയിൽ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെയും കൂടി പ്രാർത്ഥന കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. നല്ലൊരു പാവ ഉമ്മയായിരുന്നു. അപ്പോൾ ഇതാണ് മരണകാരണം. അമ്മക്ക് രാത്രിയൊക്കെ വയറുവേദന ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ കംപ്ലൈൻ്റാണ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അപ്പോഴൊന്നും അത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഇടങ്ങറ് മാത്രം. പിന്നെ നെഞ്ഞുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം. ഹാർട്ട് അറ്റാക്കായിട്ടാട്ടോ, പെട്ടെന്നുള്ള മരണമാണ് ഉമ്മാൻ്റെ. എന്തായാലും നല്ലൊരു മരണമാണ്. നല്ലൊരു വെള്ളിയാഴ്ച റജബ് മാസമൊക്കെ ആയിട്ട് നല്ലൊരു ഉമ്മയായിരുന്നു കേട്ടോ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നല്ല സ്നേഹമുള്ള ഒരു ഉമ്മയായിരുന്നു. ഉമ്മമാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആകെ എന്താ പറയുക, ഉമ്മ പോയാൽ നമ്മുടെ എന്താ പറയുക, കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഉമ്മാർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ജീവനല്ലേ. ഉമ്മ കഴിഞ്ഞിട്ടല്ലേ ഈ ലോകത്ത് എന്തുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ്. നല്ലൊരു ഉമ്മയായിരുന്നു, നല്ല സ്നേഹമുള്ള ഒരു ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നല്ലൊരു വെള്ളിയാഴ്ചയായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അള്ളാഹ് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് പറയൽ, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ആ കുഞ്ഞുമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. എന്താണ് പാണ്ടിക്കാടിനെ പറ്റിയിട്ട് കുറേ പരാതികളൊക്കെ നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ അയാൾ ചെയ്ത കുറ്റത്തിന് ഉമ്മാനെ ശിക്ഷിക്കണം അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രചാരണങ്ങൾ വരുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പാവം, അങ്ങനെയൊന്നും നമ്മൾ മരണം നമ്മുടെ പിന്നാലെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. നമുക്ക് ഇതൊന്നൊന്നുമില്ല. എപ്പോഴാണ് ഏത് നിമിഷം നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് മരണം. അത് നമ്മൾ എന്നും മുന്നിൽ കണ്ടു വേണം ജീവിക്കാൻ. അപ്പോൾ ആരെയും ഒരു കാരണം പറഞ്ഞ് ഒരു കാരണത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. ആകെ വിഷമത്തിലാണ് ഇപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞ് എന്താണ്. അപ്പോൾ നിങ്ങളാരും അങ്ങനെയുള്ളൊരു മനുഷ്യനെ കുത്തി നോവിക്കരുത്, ബാഡ് കമൻ്റ് ഇട്ടിട്ടും. അയാളുടെ ഭാഗത്തു നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് തെറ്റ് എന്നുള്ളത്. ഒരു കാരണമില്ലാണ്ട് ഒരാൾ വിമർശിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ അതും കൂടി ഇത് ചെയ്യുന്ന ആൾക്കാർ അവൻ്റെ ഭാഗത്തു നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഉമ്മയാണ്. ആ ഉമ്മാൻ്റെ കബറിടം വീതി വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യട്ടെ ഉമ്മാക്ക് വേണ്ടിയിട്ട്. ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് അമ്മ മരണപ്പെടാൻ കാരണം എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. എന്തായാലും നല്ലൊരു ഉമ്മയായിരുന്നു കേട്ടോ. മരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ആൾക്കാർ കുറേ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അവർക്ക് വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തിലും എൻ്റെ മൂത്തമ്മായിട്ടും പിന്നെ എൻ്റെ റിയാസ് ഖാൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അവർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ പാണ്ടിക്കാടിൻ്റെ ഒറ്റ ഫ്രണ്ടാണല്ലോ നൗഫൽ ടി.കെ.ഡി. അവരും നമ്മുടെ അക്കാനെയൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ അറിയുന്നതാട്ടോ. നമ്മുടെ പള്ളിക്കുളത്താണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ അക്ക അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിനൊക്കെ നമുക്ക് നല്ല പരിചയമാണ്. നമ്മുടെ ഒരു ഫാമിലി, ഒരു വകയിലൊരു ഫാമിലിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ നിന്നൊക്കെ പോയി ദൂരത്താണ് താമസം. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിക്കുളത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല പരിചയമുണ്ട് കേട്ടോ അവര് നമുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പറഞ്ഞു തന്നിട്ടില്ല. എല്ലാവരും ആ പൊന്നുമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ സമയം ആരും അക്കാനെ കുത്തി നോവിക്കരുതേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഉസ്താദ്മാരിനെയൊക്കെ അയാൾ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ
അപ്പം അതിനുള്ളൊരു ശിക്ഷയാണെന്നൊന്നും ആരും പറയരുത്. മരണം എന്നും നമുക്ക് എപ്പോഴും ഉണ്ടാവും. എനിക്ക് അതല്ല കൂടുതൽ സങ്കടം. ഉമ്മ ഒരു കിടപ്പിലോ ഒന്നുമല്ല കേട്ടോ, നല്ല ആരോഗ്യത്തോടെ ഇരുന്നൊരു ഉമ്മയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ. അതാണ് നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. എപ്പോഴാണ് നമ്മുടെ മരണം നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം വരെ നമ്മൾ നന്മ ചെയ്ത് നല്ല പേര് വാങ്ങിയും ജീവിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.